മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം. സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. രാഹുൽ വിജയനുണ്ട് ഇടുക്കിയിൽ നിന്നും. രാഹുൽ, നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരിക്കും. തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? തീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5:30 കൂടിയാണ് കല്ലാർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായതായി വിവരം ലഭിക്കുന്നത്. നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തം എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയാണ് പഞ്ചായത്തിന്റെ ഒരു വിശദീകരണം ഉൾപ്പെടെ അനൌദ്യോഗികമായിട്ട് വരുന്നത്. വിശദമായിട്ടുള്ള പരിശോധന തീ അണച്ചതിന് ശേഷം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്ന് ഫയർഫോഴ്സ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സംഭവ സമയം ഈ മാലിന്യ പ്ലാന്റിൽ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, ഈ തീപിടുത്തം ഉണ്ടായ സമയം തന്നെ പടയപ്പ എന്ന കാട്ടാന ഇതിന് തൊട്ട് ചേർന്നുണ്ടായിരുന്നു. ആനയെ അവിടെ നിന്ന് തുരത്തി മാറ്റി. എന്തായാലും വനം വകുപ്പും ഈ രക്ഷാദൌത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമം രാജാക്കാട് നിന്നും മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം തുടരുകയാണ്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.